ഒരു വാർത്തകൾ വായിക്കുന്നത് സുബിൻ ഷെരീഫ് തെന്നിലാപുരം. മെയ് മാസം 25, 2024 ശനിയാഴ്ചയാണ് ഇന്ന് വരുന്നത്. അറബി മാസം ദുൽഖഅദ് 16 മലയാള മാസം ഇടവ മാസം 11 ഇന്ന് വരുന്നത്. സബ് ഇൻസ്പെക്ടർ ആവാൻ വേണ്ടിയിട്ട് SI പോലീസ് ആവാൻ വേണ്ടിയിട്ട് പരീക്ഷ ഇന്ന് വെച്ചിട്ടുണ്ട് PSC വകുപ്പുകാർ. ഏറെക്കുറെ ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ ഉണ്ട്. കോട്ടായിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കൂടുതൽ പിള്ളേരും പരീക്ഷ എഴുതാമെന്ന് വന്നൊരു മുഴുക്കനും പെൺകുട്ടികളാണ്. അവൻ്റെ ഇരിപ്പും ഭാവവും എഴുത്തും ഒക്കെ കണ്ടാൽ തോന്നും ഇവരൊക്കെ SIമാരായിട്ട് ജോലിക്ക് കയറുന്നതാണ്. ആ 10 ഒഴിവുണ്ടാകും. 10,000 കുട്ടികളെ കൊണ്ടാണ് ഈ പരീക്ഷ എഴുതിക്കുന്നത്. അതിൻ്റെ തോറ്റോ ജയിച്ചോ എന്നറിയണമെങ്കിൽ ഇനി മാസങ്ങൾ കാത്തിരിക്കണം. അപ്പോഴേക്കും വേറെയും പരീക്ഷകളൊക്കെ വരും. ചുരുങ്ങിയത് ഡിഗ്രി വരെ പഠിച്ച പെൺകുട്ടികളാണ് കൂടുതൽ പരീക്ഷ എഴുതുന്നത്. ആലത്തൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിൻ്റെ കാലാവധി അതിൻ്റെ കേട് കഴിയാറായി. അത് തിരഞ്ഞെടുപ്പ് വരികയാണ്. വരുന്ന ബുധനാഴ്ച 29 മെയ് മാസം അതിൻ്റെ പുതിയ പ്രസിഡൻറ്റിനെയും ഭാരവാഹികളെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. 2 ഗ്രൂപ്പായിട്ട് മത്സരിക്കുന്നുണ്ട്. പണ്ട് കാലത്തുണ്ടായിരുന്ന B മുസ്തഫ എന്ന വ്യക്തിയാണ് വീണ്ടും മത്സരിക്കുന്നത്. അതിൻ്റെ കൂടെ മാറാൻ നിൽക്കാൻ കുറേ ആൾക്കാരും ഉണ്ട്. വീടുകൾ തോറും കയറി ഇറങ്ങിയിട്ട് അവർ വോട്ട് വേണം പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രതീക്ഷ അവർക്ക് തന്നെ ഭരണം കിട്ടും, 2 കൊല്ലം കൂടി ഭരിക്കാൻ എന്നാണ് വിചാരിക്കുന്നത്. അതേസമയം ഷെയ്ഖ് ചിന്നാവിക്കും വോട്ട് പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. മൂപ്പരാണിപ്പോൾ ഏതാണ്ട് 4 കൊല്ലമായിട്ട് വ്യാപാരി വ്യവസായിൻ്റെ ആലത്തൂർ യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റ്. ഇനിയും അവർക്ക് തന്നെ അത് അധികാരം കിട്ടണം. കുറച്ചും കൂടി കാര്യക്ഷമതയുള്ള ഒരു ഭരണസമിതി ഉണ്ടാക്കണം. വ്യാപാരി വ്യവസായികളെ മനസ്സിലാക്കാനും അവർക്ക് നിയമസഹായങ്ങളും മറ്റുള്ള കാര്യങ്ങൾ ഇടപെട്ട് വേണ്ടത് ചെയ്യാനും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. 2 പേരും നല്ലപോലെ മത്സരിക്കാൻ വേണ്ടിയിട്ട് കച്ച കട്ടി ഇറങ്ങിയിട്ടുണ്ട്. 29-ാം തീയതി നറുക്കെടുപ്പ് വേറെയുണ്ട്. ലോട്ടറിൻ്റെ 12 കോടി റുപ്യ ആർക്കാണ് കിട്ടുകയെന്ന് അറിയുന്നത് മുഷ് ബമ്പറിൻ്റെ നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കും ഗവൺമെൻറ്. മെയ് 29 ബുധനാഴ്ച വ്യാപാരി വ്യവസായിൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് എന്തായാലും പീടികൾക്ക് മുടക്കമുണ്ട് എന്നാണ് അറിഞ്ഞത്. പണിക്കാർക്കൊക്കെ എവിടേക്കെങ്കിലുമൊക്കെ പോവുക, അവിടുത്തെ പരിപാടി പങ്കെടുക്കാൻ പറ്റാത്തവർക്കും എവിടേക്കെങ്കിലുമൊക്കെ പോവുക. ആലത്തൂർ അലിയ മഹലിൽ വെച്ചിട്ടാണ് വ്യാപാരി വ്യവസായിൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആലത്തൂർ വെമ്മണ്ണൂർക്ക് പോണവിടെ ഗ്യാസ് ഗോഡൗണിൻ്റെ വഴിയൊക്കെ അൽക്കുലത്തായി കിടക്കുകയാണ്. പാതൻ്റെ 2 സൈഡും മാന്തിയിട്ട് നടുക്ക് മാത്രമേ ടാറുള്ളൂ. ബാക്കി 2 സൈഡ് ചളിയും കുണ്ടും കല്ലും കട്ടയൊക്കെ ഒലിച്ചു പോയിട്ട് ഒരു മാതിരി ആയിരിക്കുകയാണ്. വണ്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഓരത്തേക്ക് ചക്കര പ്ലിക്കനെ താന്നു പോകും. അങ്ങനത്തെ അവസ്ഥയാണ് കാണുന്നത്. ആലത്തൂർ മഴ നല്ലോണം കിട്ടിയിട്ടുണ്ട്. പുഴയിലും കിണറ്റിലും ഒക്കെ ഉണ്ട്. ആലത്തൂർ അയ്യാർകുളത്തേക്ക് പോണവിടെ ഉള്ള പാത വളരെ മോശമാണ്. കല്ലും കട്ടിയും മാത്രമേ ഉള്ളൂ. വണ്ടികൾ പോയി കഴിഞ്ഞാൽ വഴുക്കി വീഴുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഹൈവേക്ക് പോകാനുള്ളൊരു എളുപ്പ വഴിയാണ് അത്. അലിയ മഹലിൻ്റെ മുമ്പർത്തിക്കൂടിയുള്ള വഴി. മഴക്കാലം 31 തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും നേരവും കാലമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും മാനത്തുനിന്ന് വെള്ളം പൊട്ടി വീണ് മഴ ഉണ്ടാകുന്നൊരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. കുഴലമന്നം കന്നുകാലി ചന്തയിരുന്ന് നല്ല തിരക്കാണ്. വലിയ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഉദിയത്ത് കൊടുക്കാൻ പോത്തിനെയും
മൂരിനെയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കന്നുകാലി ചന്തയിലേക്ക് നിറച്ചും ആൾക്കാർ വരുന്നുണ്ട്. നല്ല വില പറഞ്ഞാലും കാര്യത്തിന് സാധനം വേണമല്ലോ, അതുകൊണ്ട് അതിനൊക്കെ ആൾക്കാർ നിറയെ കന്നുകാലികളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. തോൽനൂരിൽ പറളിയിൽ കോങ്ങാട്ടിൽ നിന്നൊക്കെ ആട്ടിത്തെളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പോത്തുകളിനെയൊക്കെ. കേരളശ്ശേരി ഭാഗത്ത് നല്ല മഴ പെയ്തുകൊണ്ട് കണ്ടത്തിൽ മുളയ്ക്കാനിട്ട നെല്ലൊക്കെ ഒലിച്ചു പോയി എന്നാണ് പറഞ്ഞു വരുന്നത്. കൃഷിക്കാർക്കൊക്കെ ഭയങ്കരമായ നഷ്ടമുണ്ടായി. പണിക്കൂലി കൊടുത്ത് വെറുതെയായി. കൃഷി ചെയ്യണം, ഇനി ആദ്യം വിത്ത് വിതയ്ക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. ആലത്തൂർ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ഫിറോസ്. ഫിറോസ് കുന്നംപറമ്പിലല്ല, ഫിറോസ് മാവ് എന്നാണ് പറയുക. മാവ് കച്ചവടം ചെയ്യണ ഫിറോസിൻ്റെ ഉമ്മ ഇന്നലെ വൈകുന്നേരം മരണപ്പെട്ടു. തീരാ നഷ്ടമായിട്ടാണ് അവിടെ വന്നവർക്ക് കണ്ടത്. ഉമ്മാനെ ഒരു മിനിറ്റ് പിരിഞ്ഞിരിക്കാൻ പോലും പറ്റാണ്ട് വിഷമത്തോട് കൂടിയിട്ട് സങ്കടപ്പെട്ട് നെഞ്ചത്തടിച്ച് കരയുന്ന കാഴ്ച എല്ലാവരെയും വേദനിപ്പിച്ചു. നിത്യരോഗിയും കിഡ്നി പേഷ്യൻറ്റുമായ ഫിറോസിന് ഉമ്മാൻ്റെ വേർപാട് താങ്ങാനാവുന്നില്ല. കബറടക്കത്തിന് വന്നപ്പോഴും ഒരുപാട് വേദനയോടുകൂടി അദ്ദേഹം ഉമ്മാൻ്റെ വിയോഗം അവിടെ കരഞ്ഞു തീർത്തു. ഏവർക്കും പ്രിയപ്പെട്ട ഒരു കുടുംബമാണ് ഫിറോസിൻ്റെ കുടുംബം. വർഷങ്ങളായിട്ട് കിഡ്നി ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ധനസഹായം തേടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ആവശ്യത്തിന് ഫണ്ടില്ലാത്തതുകൊണ്ടാണ് മൂപ്പർക്ക് കിഡ്നി മാറ്റി വയ്ക്കാൻ പറ്റാതെ പോയത്. എന്തിനും ഏതിനും ആശുപത്രിക്കും മരുന്ന് വാങ്ങാനോ ഉമ്മയില്ലാതെ ഒരു നിമിഷം പോലും കഴിച്ചു കൂട്ടാൻ ഫിറോസിന് പറ്റില്ല. ഭാര്യയും പറക്കം പറ്റാത്ത 2 കുട്ടികളെയും കൊണ്ട് ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു വ്യസനം അവിടെ കാണുന്നുണ്ട്. ഇന്നത്തെ ആലത്തൂർ വാർത്തകൾ കഴിഞ്ഞു.